വെള്ളം കണ്ട ഇന്ന് ഞങ്ങള് കാപ്പിൽ ബീച്ചിലാണ് പോകുന്നത്. എവിടെ പോവാ ജാഞ്ചു? ബീച്ചോ? കാപ്പി ബീച്ച്. കാപ്പി ബീച്ച്. അതേപോലെ തന്നെ നമ്മുടെ ഇൻട്രോ ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് പ്ലേസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കാപ്പിൽ ബീച്ചിലേക്കാണ് പോകുന്നത്. വർക്കലയിൽ നിന്ന് 8 കിലോമീറ്റർ മാറിയിട്ട് കൊല്ലത്തു നിന്ന് 24 കിലോമീറ്റർ മാറിയിട്ടുള്ള കടലും കായലും ചേർന്ന് വരുന്ന അഴിമുഖമുള്ള കാപ്പിൽ ബീച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ്. സോ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കാണാം. സോ നമ്മൾ നേരെ വന്ന് കാറ് പാർക്ക് ചെയ്യാനായിട്ട് വിശാലമായിട്ടുള്ള സൗകര്യം അവിടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഒരു ബീച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് കടലും അതിന്റെ മറു സൈഡ് കായലുമാണ്. ഇത് രണ്ടും കൂടെ ചേരുന്ന അഴിമുഖം. അവിടെ നമുക്ക് കുറച്ചു നേരം ഇറങ്ങി നന്നായിട്ട് ജോലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. സോ നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നേരെ നടക്കുവാണ്. ഇനി നമുക്ക് കുറച്ചേറെ നടക്കാനുണ്ട്. പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കുട്ടി കുട്ടി ഷോപ്സ് ഒക്കെ അവൈലബിൾ ആണ്. ചെറിയ സ്നാക്സുകളും ഡ്രിങ്ക്സും ഒക്കെ അവൈലബിൾ ആണ് അതുവഴി പോകുമ്പോഴത്തേക്കിന്. പിന്നെ കുറച്ച് വേസ്റ്റ് അവിടെ ഇവിടെ ഇടുന്നതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പോർഷനാണ്, ആ ദൂരെ കാണുന്ന ആ ഒരു ഏരിയയാണ് അഴിമുഖം രണ്ടും കൂടെ ചേർന്ന് വരുന്നത്. അപ്പം കുറച്ച് അപകടങ്ങളൊക്കെ പറ്റിയത് കൊണ്ട് തന്നെ കടലിൻ്റെ പോർഷനിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അവിടെ കല്ലുകളെല്ലാം കൽഭിത്തിയെല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ്. നേരത്തെ ഞങ്ങൾ കഴിഞ്ഞ തവണ പോയപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റിയിരുന്നു, പക്ഷെ ഇപ്പം അവിടെ ഇറങ്ങാൻ കഴിയില്ല. അതിന് ഓപ്പോസിറ്റായിട്ട് ഈ കായലിൻ്റെ പോർഷനിൽ നമുക്ക് ആഴമില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങേ അറ്റം വരെ നടന്ന് പോയിട്ട് വരാം. അപ്പം നമ്മളെല്ലാവരും കൂടെ ജോലിയായിട്ട് നല്ല രസമായിരുന്നു. ജാഞ്ചു, ആരു, പാപ്പു ഇവരെല്ലാം അങ്ങ് എൻജോയ് ചെയ്ത് ജാഞ്ചുവിനെ പിന്നെ ഞാൻ കൈയൊക്കെ പിടിച്ച് വലിച്ച് കേട്ടാൻ ശ്രമിച്ചു. എന്നിട്ടും അവൻ വീണ്ടും വീണ്ടും പോവുമായിരുന്നു. അപ്പം നല്ല ജോലിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയാണ്, ഇത് മിഡിൽ പോർഷനാണ്. അപ്പം അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ കാണുവാൻ നമുക്ക് സ്റ്റേ ഫെസിലിറ്റീസും പിന്നെ കുട്ടികളുടെ പാർക്കും ഒക്കെ അവൈലബിൾ ആണ് ആ ഒരു ഏരിയയിൽ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. എല്ലാ ഫാമിലി ആയിട്ട് വന്ന് ഒരു ഈവനിങ് ബെസ്റ്റായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ജാഞ്ചു കസിൻസ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അവന് നീന്തൽ പഠിക്കുമെന്നും പറഞ്ഞിട്ട് കണ്ണപ്പൻ്റെ കൂട്ടത്തിൽ കുറേ നേരം അവിടെ ഇവിടെ എല്ലാം ഓടുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും, ആരുവാണെങ്കിൽ വെള്ളത്തിൽ കിടന്ന് അങ്ങ് കളിയായിരുന്നു. അപ്പൊ എനിക്കൊന്ന് കുട്ടികൾക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയും. ഇരിക്കുന്ന രണ്ടുപേര് കവിത കുഞ്ഞുമേ ഷൈൻ ചേട്ടനും വെള്ളത്തിലേ ഇറങ്ങിയിട്ടില്ല. ഇത്രയും മനോഹരമായിട്ടുള്ള പ്ലേസ് ആയിട്ട് രണ്ടുപേരും നനഞ്ഞ വെള്ളത്തിൽ വീണ കോഴികളെ പോലെ കുറച്ച് ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു? 1-2 മണിക്കൂറത്തെ ഒരു അംഗത്തിന് ശേഷം എല്ലാവരും തിരിച്ചു കയറിയിട്ടുണ്ട്. ആർക്കും മനസ്സിലായിരുന്നു, എന്നാലും സൺസെറ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ കിട്ടും. സോ അതുകൊണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും തിരിച്ചു കയറിയിരിക്കുകയാണ്. ഈ ഒരു കടലിൻ്റെ വ്യൂ അടിപൊളിയാണ്. ഇനി ഒരു സൺസെറ്റ് എസ്പെഷ്യലി നമ്മുടെ സ്കൈയുടെ ഒക്കെ കളറൊക്കെ മാറി ഒരു റെഡിഷ് കളറിലോട്ട് വരുവാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒറ്റ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമേ ഉള്ളൂ. എന്നാലും നമുക്കവിടെ നിന്ന് വ്യൂ എല്ലാം ആസ്വദിച്ചു. നേരെ ഇനി നമ്മൾ ഫോട്ടോ സെഷനിലോട്ട് പോവാണ്. സോ ഈ ഒരു ഏരിയ ശരിക്കും നല്ലൊരു വ്യൂ ആണ് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുന്നതിന്. അപ്പോഴത്തേനും ആ ഒരു കീ ഏരിയ ആയതുകൊണ്ട് തന്നെ സൺസെറ്റ് സമയമായപ്പോഴത്തേനും അവിടെ ഇഷ്ടംപോലെ ആൾക്കാരായി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ എടുക്കാനൊന്നും പറ്റിയില്ല. എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് വാസ് സോ ബ്യൂട്ടിഫുൾ. അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് നേരെ പോവുകയാണ് തിരിച്ചിട്ട്. ആ പോകുന്ന വഴി അഗെയിൻ പാനിപ്പൂരി, ഉപ്പിലിട്ടത്, പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, സോഡ, നാരങ്ങ വെള്ളം, അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ തന്നെ സേവ് ദ ഡേറ്റ് എടുക്കാനായിട്ടും അതല്ലെങ്കിൽ കുട്ടികളുടെ ബർത്ത്ഡേ പിക്സ് എടുക്കാനൊക്കെ ആയിട്ട് കുറേ ആൾക്കാരവിടെ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ശേഷം നേരെ ഐസ്ക്രീമിന്റെ സെക്ഷനിലോട്ടാണ് പോയത്. ഞാൻ ബെജി
എന്തുവാ ചോക്ലേറ്റ് കഴിക്കുമോ? ആരും എന്താ കഴിക്കുന്ന? ആരും ഏതായിരിക്കും? ഇച്ചിരി ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സ്കൈയുടെ കളർ അങ്ങ് മാറി ഒരു റെഡിഷ് ഓറഞ്ച് കളറായിട്ട് നല്ല ബ്യൂട്ടിഫുൾ സീനറി ആകും. ആ ഒരു ടൈമിൽ ഇഷ്ടംപോലെ ഫോട്ടോസ് നമ്മളെടുത്തു. ഇൻഡിവിജ്വൽ, കപ്പിൾ, ഫാമിലി എല്ലാ ഫോട്ടോസും എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇന്ത്യയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊരു ടൈറ്റാനിക് പേഴ്സും കൂടി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതൊരു ചേഞ്ചായിട്ട് സമ്മതിച്ചില്ല. അത് നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ എടുത്തിരിക്കും. അപ്പം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു കപ്പിളായിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ബീച്ചാണ്. സോ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കും. അതുപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ടൊന്ന് സ്പെഷ്യലായിട്ട് മോളി ചേച്ചിയുടെ ലിജിൻ ചേട്ടൻ്റെ ഇടയ്ക്ക് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ റിട്ടയർമെന്റിന്റെ അതുപോലെ തന്നെ പൊന്നുവിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോളി ചേച്ചി ഇപ്പൊ എന്തോ സന്തോഷം തോന്നുന്നുണ്ടോ? തിരിച്ചു വന്നപ്പോ എന്ത് തോന്നുന്നു? ഒന്നും തോന്നില്ലേ? മറ്റേത് 2 മാസം ഉള്ളായിരുന്നു, ഇപ്പൊ ഇനി എല്ലാപ്പോഴും ഉണ്ടെന്നില്ല. പിള്ളേർക്കിടയിൽ ഒരു സ്റ്റാർ ആയിരുന്നു ഈ പൂച്ച. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പൂച്ചയായിരുന്നു. ആ ജാഞ്ചു ആരും പിള്ളേരെല്ലാം ഇതിനെ പിടിക്കുകയും തൊടുകയും എല്ലാം ചെയ്തു. നന്നായിട്ട് അടങ്ങി അവിടെ ഇരുന്നു. എനിക്ക് പൊതുവെ ഈ പൂച്ചകളോടൊക്കെ കുറച്ച് പേടിയാണ്. ഞാൻ എൻ്റെ അടുത്തൊന്നും പോയില്ല. എന്നാലും നല്ല ക്യൂട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ കഴിച്ചിട്ട് നല്ല അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് പേരെല്ലാം തിരക്കുകൾ കാരണം ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ബീച്ചിലോട്ട് പോയി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി. അപ്പം നമ്മളത് പോകാനുള്ള റെഡിയൊക്കെ ആവുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പൊന്നുവിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫംഗ്ഷൻ ഇന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇതിൽ പാർട്ടാവാൻ പറ്റിയില്ല. അപ്പം എല്ലാവരും സ്വീറ്റ്സ് കൊടുക്കുകയും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പൊന്നുവിന് ബ്ലെസ്സിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് മിസ് ചെയ്യുന്നതിൻ്റെ കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നാലും ഷി വാസ് സോ ഹാപ്പി. അതുപോലെ തന്നെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് വരെ ബൈ ബൈ. Guys, I'm